ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ടൊരു കാര്യം ട്രൈ ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എപ്പോഴും ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും എൻ്റെ ഒരു കുക്കിംഗ് സെറ്റപ്പ് അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല. അപ്പം ചില റെസിപ്പീസ് ഇടുമ്പം ഞാൻ കറിയായിട്ട് കഴിക്കുന്നത് കാണുമ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടൂടെയെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കത്തിനായി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ പോവാണ്. അതിനകത്ത് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ആസ്ഡ്. അതായത് ഞാൻ ഭയങ്കര ഒരു ഷെഫോ കാര്യങ്ങളൊന്നും അല്ല, ബട്ട് ഐ കുക്ക് ലൈക്ക് ഒരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ലാതെ കുക്ക് ചെയ്യും, രുചിക്കാൻ അറിയാം. അപ്പം അങ്ങനത്തെ ചില കോമ്പിനേഷൻസിൽ ട്രൈ ഔട്ട് ചെയ്ത ഒരു റെഡ് ക്യാബേജ് എഗ് റോസ്റ്റ് ഉണ്ട്. സോ ഇന്ന് അതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് എൻ്റെ വീഡിയോസിന് താഴെ വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം അല്ലേ. നമ്മളെ മലയാളികൾക്ക് കടുക് താളിക്കാതെ ഒന്നല്ലെങ്കിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ ഇതൊന്നും ചെയ്യാതെ ഒരു കറിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചിന്തയായിരിക്കും അത്. അതിൻ്റെ ഒരു ഫ്ലേവർ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഞാൻ പറയാണ്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മൾ കറിയുടെ പേര് ഏത് കറിയാണ് വെക്കണമെന്നൊന്നും പറഞ്ഞില്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു ഫുഡിൻ്റെ വീഡിയോയിൽ, ഞാൻ ഭക്ഷണം കഴിക്കുന്നൊരു വീഡിയോയിൽ റെഡ് ക്യാബേജും മുട്ട വെച്ചിട്ടൊരു റെസിപ്പി ചെയ്തപ്പം കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ പുതിയ സീരീസിൽ ഇത് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കടുക് താളിക്കലും ഉള്ളിയിട്ട് മൂപ്പിക്കലും കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്തത്. വൈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ എന്തിനേലൊക്കെ ഇടയിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വീഡിയോ തന്നെ ചെയ്യാറ്. അപ്പം എൻ്റെ കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ് അത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടോ നന്നായിട്ട് തിൻലി സ്ലൈസ് ചെയ്തിട്ടോ ഇട്ടാൽ കുറച്ചുകൂടി ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും. ആൻഡ് നമ്മൾ സാധാരണ ഉള്ളി മൂപ്പിക്കുന്ന സമയത്തെ ഉപ്പിടാറുണ്ട്. ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി പാക്കറ്റിൽ വന്നതായതുകൊണ്ട് അതിന് കുറച്ച് ഉപ്പ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആൻഡ് ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് പാൻ യൂസ് ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ പാൻ യൂസ് ചെയ്യുന്നവർ അടി പിടിക്കാതെ ചെയ്യാൻ നോക്കുക. ആൻഡ് അത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ പൊടികളിടുക. ഞാൻ ഈ കറിയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും എനിക്ക് കുറച്ച് മസാല കൂടുതൽ ഇഷ്ടമുള്ളത് ആയതും കൂടി കൊണ്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അതായത് 1.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. അതിൻ്റെ കുറവായിട്ട് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ചിക്കൻ മസാല. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നത് ഞാൻ ഫുൾ വീഡിയോനകത്ത് ഇട്ടിട്ടില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ബോറടിക്കുമോ എന്ന് ഡൗട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ചായിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദെൻ നമ്മുടെ മെയിൻ ഹീറോ ആയിട്ടുള്ള നമ്മുടെ കളർഫുൾ ഹീറോ ആയിട്ടുള്ള റെഡ് ക്യാബേജ് നന്നായി തിൻലി സ്ലൈസ് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു റെസിപ്പിയാണ്. നല്ല ഒരു സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മീൻകറിയുടെ ഗ്രേവി പോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. കാരണം അതിൻ്റെ നമ്മൾ ആഡ് ചെയ്യുന്ന പൊടികൾ അങ്ങനത്തെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് തിരിച്ചു വരാം. കുറച്ചും കൂടെ കഴിഞ്ഞ് കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇമേഴ്സായിട്ട് കിടക്കും. ആൻഡ് ദെൻ എനിക്ക് ഗാർലിക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. ഐ ലവ് ദ ഫ്ലേവർ ഓഫ് ഗാർലിക്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങനെ ഹോളായിട്ട് ക്ലീൻ ചെയ്തിടാം, അല്ലാന്നുണ്ടെങ്കിൽ തിൻലി ചോപ്പ് ചെയ്തിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ആൻഡ് എന്നിട്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതാണ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രമായിട്ട് തന്നെ നല്ലൊരു കറിയാണ്. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുറച്ച് തേങ്ങ ഇങ്ങനെ ഗ്രേറ്റഡ് കോക്കനട്ട് ഇടാം, അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ കറികളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ബോയിൽഡ് എഗ്ഗാണ്. ഓക്കെ, ബോയിൽഡ് എഗ്ഗ് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എനിക്കതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം വീട്ടിലാണ്, അമ്മയുടെ അടുത്താണല്ലോ. അപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും പറയാമല്ലോ, എൻ്റെ വർക്ക് സ്പേസിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ഈ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് താഴെ നിന്നൊക്കെ എടുത്ത് സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസ് ഒന്ന് നല്ല രീതിക്ക് സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആദ്യം തുടക്കം കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഒരു മീഡിയം ഫ്ലെയിം ആൻഡ് ദെൻ സിമ്മിലേക്ക് ഇട്ടിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുക. എന്നാലാണ് കറക്റ്റായിട്ട് കുക്കാവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാൻ
അടി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്കാകെ ചെയ്യേണ്ട ഒരു ട്രിക്ക് അതാണ്. എന്നിട്ട് ഇതിനകത്തേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തപ്പോഴത്തേക്കും തന്നെ മുട്ടയിലേക്ക് ആ ഫ്ലേവറൊക്കെ ഇറങ്ങി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇസ് റെഡി. അപ്പം നമുക്കിനി പ്ലേറ്റ് ചെയ്താലോ? ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പം നമ്മളൊക്കെ വീട്ടിൽ വെക്കുന്ന ഒരേ കറി തന്നെ പല രീതിയിലും പലരും ട്രൈ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതിങ്ങനെയല്ലല്ലോ അതങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണെന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇവൻച്വലി മനസ്സിലാക്കാൻ പറ്റിയ സത്യം. അപ്പം ദിസ് ഇസ് എ ഫൈനൽ ലുക്ക് ഓഫ് ആ പ്രോട്ടീൻ റിച്ച് ക്യാബേജ് മുട്ട റോസ്റ്റ്. ഈ റെസിപ്പി ഇതിൻ്റെ പല രീതിയിലും പല സ്ഥലത്തും പലരും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ബാച്ചിലേഴ്സിനും അല്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇതിനകത്തൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പ്രിപ്പറേഷൻ്റെ രീതികളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ബട്ട് ദെൻ ഇറ്റ് കംസ് ഔട്ട് ഫൈനലി നൈസ്. ആൻഡ് ഇത് ട്രൈ ചെയ്തിട്ട് ലെറ്റ് മീ നോ. ഇറ്റ്സ് പ്രിറ്റി ടേസ്റ്റി. അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. ഹെൽത്തി ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇത് ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്, ആമി. ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റാ.